എറണാകുളം ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ മുൻ ബി.ജെ.പി. പ്രവർത്തകയെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ആക്കിയതിൽ കോൺഗ്രസിൽ രാജി. 20 വർഷമായി ബൂത്ത് പ്രസിഡന്റും വാർഡ് പ്രസിഡന്റുമായ ജോമി ജോസഫ് രാജിവെച്ചു. ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു എന്നാണ് ആക്ഷേപം. 10ാം വാർഡിലെ സ്ഥാനാർത്ഥിയായാണ് മഞ്ജുവിനെ യു.ഡി.എഫ്. പ്രഖ്യാപിച്ചത്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ഉദയംപേരൂരിൽ വലിയ പ്രതിസന്ധിയാണല്ലേ? തീർച്ചയായിട്ടും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ കലാപം ആരംഭിച്ചിരിക്കുന്നത്. 20 വർഷമായി ബൂത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ വാർഡ് പ്രസിഡന്റുമായിരുന്ന ജോമി ജോസഫ് രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കൂടിയാലോചനകളില്ലാതെ മുൻ ബി.ജെ.പി. പ്രവർത്തകയെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മാത്രമല്ല, ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന മഞ്ജു എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ്, അദ്ദേഹം സജീവ RSS പ്രവർത്തകനാണ്. പ്രസാദ് നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാത്രമല്ല, 30ാം വാർഡ് മെമ്പറായിട്ടുള്ള റീന രവീന്ദ്രന്റെയും ഒപ്പം തന്നെ അർച്ചന ബേസിലിന്റെയും പേരുകൾ അവിടെ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഇവരെ ഒന്നും പരിഗണിക്കാതെ ഒരു RSS ബി.ജെ.പി. ബന്ധമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. സഹിൻ ആന്റണി, കൊച്ചിയിൽ നിന്ന്.